ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നീ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് അറിയാമായിട്ട് ചോദിക്കുക, ഓരോരുത്തർക്ക് വല്ലതൊക്കെ വാങ്ങിച്ച് തിന്നണമെങ്കിൽ അങ്ങ് തിന്നാ പോരെ? എന്തിനോ എന്തോ ഇതെല്ലാം കൂടെ വീഡിയോ എടുത്ത് ഇതിനകത്തിട്ട് നമ്മളെയൊക്കെ കാണിച്ച് കൊതിപ്പിച്ച് ആർത്തി പിടിപ്പിച്ച്. അയ്യോ, ഗുണം പിടിക്കൂല ഇതൊന്നും. നോക്കിക്കോ, വയസ്സായവരെ ഇങ്ങനെയൊക്കെ വെറുതെ ചുമ്മാ കൊതി പിടിപ്പിക്കുന്നത് ഒന്ന് കണ്ട. ചായ ചോദിച്ചിട്ട് 1/2 മണിക്കൂറായല്ലോ. കുറച്ച് ജോലി ഉണ്ടായിരുന്നമ്മ. പിന്നെ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് 1/2 മണിക്കൂറും കൂടി ലേറ്റ് ആവും അമ്മ. ഡി കൊച്ചേ, ഒരു വരിയില്ല, ആർത്തി പിടിച്ച് വിശന്നിരിക്കുമ്പോ ഇങ്ങനത്തെ വർത്താനം ഒന്നും പറഞ്ഞോണ്ട് വരല്ലേ. അത് പതിവില്ലാത്തൊരു ആർത്തി ഇന്ന്. ആർത്തി എന്ന് പറഞ്ഞാ മനുഷ്യനെ വിശക്കുമ്പോ അങ്ങനെയൊക്കെ അല്ലേ? അത് ശരി, എന്തോന്ന് ആർത്തി ഇന്ന്? ആഹാരം കഴിക്കണം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ രാത്രിയില് കുറേ മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്കറിയാം, അറിയാമല്ലോ, ഡയബറ്റീസിന്റെ അടക്കം. അപ്പൊ ഇതൊക്കെ കഴിച്ച് വെച്ച് നേരത്തെ കയറി കിടന്നുറങ്ങും. അപ്പൊ നേരം വെളുത്ത് ഒരു ചായയും കിട്ടത്തില്ല. കഴിക്കുന്നത് 1/2 മണിക്കൂർ കൂടെ വൈകുമ്മ. ഇങ്ങനെയൊന്നും വന്ന് പറയരുത് കേട്ടോ. നിനക്കറിയാമല്ലോ എന്റെ കാര്യമൊക്കെ. അറിയാം. ഈ ചായ കൊണ്ട് തരുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ, ഒരു പഴംപൊരിയോ ഒരു നെയ്യപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് തന്നൂടെ കൊച്ചേ എനിക്ക് ഇതിന്റെ കൂടെ. അപ്പൊ പിന്നെ നിങ്ങൾ 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ താമസിച്ചാലും ശരി, ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിൽ എനിക്ക് പിന്നെ പരാതി ഇല്ലല്ലോ. പഴംപൊരി വേറെന്തോ എണ്ണയിൽ വറുത്തതല്ലേ? എണ്ണയിൽ വറുത്തുള്ള ആഹാരം നമ്മ കഴിക്കണ്ട. കൊളസ്ട്രോൾ എത്രയാണ് നമുക്ക് അറിയാമോ? അതൊക്കെ നീ പറയുന്നതൊക്കെ ശരി, അത്യാവശ്യം കൊളസ്ട്രോൾ ഒക്കെ എനിക്കുണ്ട്. ഫുഡിന്റെ വീഡിയോ ഉണ്ടില്ലേ? ഫുഡിന്റെ വീഡിയോ അയ്യടാ, ഞാൻ വാർത്ത കണ്ടോണ്ടിരിക്കരുത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ അമ്മ കണ്ട്. കള്ളം പറയല്ലേ? എന്നാ ശരി, ഈ എണ്ണയിൽ ഇല്ലാതെ എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളില്ലേ? എന്തോന്ന്? കുഴിയിൽ കിട്ടുന്നത് മുട്ട മതിയാ? അയ്യടാ, മുട്ട പലഹാരം. എടി കൊച്ചേ, ഇവിടെ നോക്ക്. കുമ്പിളപ്പം, കിണ്ണത്തപ്പം, മറ്റേ അട, കൊഴുക്കട്ട, ഇതിനൊന്നും എണ്ണ വേണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഈ കൊതിച്ച് പറൂന് വേണ്ടത്. ശരി, ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ, പക്ഷെ ഒരു കാര്യമുണ്ടമ്മ, ഈ വയനയിലേക്ക് ഞാൻ അങ്ങ് ശ്രീകാര്യം ചന്ത വരെ പോണം. പോണം. ഓട്ടോയിൽ പൈസ തപ്പരേ. നീ എവിടെന്നെങ്കിലും പോയി സംഘടിപ്പിച്ചോണ്ടോ. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണ വാഴയിലെങ്കിലും ഈച്ചരി വെച്ച് ഉണ്ടാക്കി താകൊച്ചേ. പൊന്നമ്മ, ഞാൻ ഉണ്ടാക്കി തരാം. ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിരിക്കും. പോരെ? അത് മതി. പക്ഷെ എണ്ണയിൽ വറുത്തത് ഞാൻ ഉണ്ടാക്കി തരൂല. കൊച്ചമ്മ, എന്തോന്ന്? എന്താ പാടാ വാലിൽ തീ പിടിച്ചോലെ ഇങ്ങനെ പാഞ്ഞു വരുന്നത്? കൊച്ചമ്മ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട്, പക്ഷെ ഞെട്ടരുത്. ഞെട്ടിക്കുന്ന വാർത്തയാണോ പക്ഷെ ഞെട്ടരുത് എന്ന് പറഞ്ഞ എങ്ങനെയാ? അല്ല, അങ്ങനെയാണ് വാർത്ത കൊച്ചമ്മ. എന്തോന്ന്? എന്തുവാ? നീ ആദ്യം വാർത്ത എന്താന്ന് വെച്ചാ പറഞ്ഞോ, പേടിപ്പിക്കാതെ. പോയി കൊച്ചമ്മ. ആര് പോയെന്ന്? പോയി. എന്തോന്ന് പറ. നമ്മളെല്ലാം വിട്ട് പോയി കൊച്ചമ്മ. ആര്? നമ്മുടെ വായിക്കറ വന്ന് എന്താന്ന് വെച്ചാ തിരുവനന്തപുരം സുനിത മേനോൻ 58 വയസ്സ്. പെട്ടെന്നുണ്ടായ അസുഖം നിമിത്തം മരിച്ചു. ശവസംസ്കാരം വീട്ടുവളപ്പിൽ. നീ എന്തുവായി പറയുന്നത്? തന്നെ കൊച്ചമ്മ. എന്തുവാ മോളെ? നമ്മൾ അറിഞ്ഞില്ലല്ലോ അമ്മ. അത് തന്നെ, നമ്മുടെ കുടുംബത്തിൽ മരണം നടന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലെന്ന് ഇവൻ എന്തുവായി പറയുന്നേ? നീ ഒന്ന് അന്വേഷിക്കണമെന്ന്. അയ്യോ, എനിക്ക് ഒന്നും അറിഞ്ഞൂടെ ഈശ്വര. എന്തുവാടാ ചേച്ചി അറിഞ്ഞില്ലേ? അപ്പൊ അയ്യോ, അവരെന്തോ എന്തോന്ന് സമനില തെറ്റിയിട്ടാണ് കേട്ടോ. സുനിത ആന്റിയും മുത്തോണ്ണാണല്ലോ എപ്പോഴും അടിയും വഴക്കും ഒക്കെ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ആയിരിക്കും. വട്ടായൊന്നുമല്ല, നിങ്ങൾ എന്തെങ്കിലും പറ്റിച്ചാണ്. അല്ല, മൊത്തത്തിൽ പറ്റിച്ചല്ല, പകുതി പറ്റിച്ചു പകുതി പറ്റിച്ചിട്ടില്ല. അതായത് സുനിത മേനോൻ 58 വയസ്സ്. ഇത് നമ്മുടെ സുനിത മേനോനല്ല, വേറൊരു സുനിത മേനോൻ. രണ്ടും പേടിച്ച്. പേടിക്കാതെ കൂട്ടത്തിലുള്ള ഒരാള് പോയി രാവിലെ പോയി കൊച്ചമ്മ എന്നൊക്കെ പറഞ്ഞ പേടിക്കൂലേ? എന്ത് തമാശ പറയണം നോക്കിയാണ്. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്, സത്യം പറയുക. അത് പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും രണ്ടിനും പേടിച്ച് പറ്റിച്ചല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തമാശ.
അമ്മ ഇതാണ് പറയണത്, ഒരേ പേരിൽ 7 പേര് കാണുമെന്ന്. ഒരേ പേരിലല്ല, ഒരേ പോലെ 7 പേര് കാണും. ആ, ഒരേപോലെ ഒരേ പേരിൽ 2 പേരുണ്ട്. ഒരു സുന്ദരമേനൻ. പോടാ, 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 പുറത്ത് ചുമ്മാ ആവശ്യമില്ലാതെ മേടിച്ചെന്തായാലും നേരം വെളുത്ത് വന്നിരിക്കുന്നു. പോയി കൊച്ചമ്മ പോയി. അല്ല സുരഭി, എന്തമ്മ? അല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞത്. നീ എന്താ പറഞ്ഞ കുമ്പിളപ്പം എന്റെ അമ്മ ഞാൻ ഉണ്ടാക്കി തരും. തരുമല്ല? ഓ, ഞാൻ ഫുഡ് വീഡിയോ കണ്ടോണ്ടിരിക്കരുത്. അയ്യോ, എന്നാലും അവനെ ഒന്ന് കൈ കിട്ടട്ടെ. സന്തോഷമായിട്ടിരുന്നപ്പോ പോയെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി വാടാ, ഞാൻ കാണിച്ചു തരാം ഇനി. ഓ അമ്മ, അമ്മ വരുമ്പോ സാധനങ്ങൾ എടുക്കാൻ മറക്കല്ലേ അമ്മ. അമ്മ ആഗ്രഹിച്ചു പോയി. ഓ ഓ, ശരി ശരി. എപ്പോഴും ഒരു ഓട്ടോ വിളിച്ചു വന്നാ മതി. ബസ്സൊന്നും കയറി വരണണ്ട നീ ഈ സാധനങ്ങളൊക്കെ കൊണ്ട്. ശരി ശരി അമ്മ. രാവിലെ ആരെ വിളിച്ച് കത്തി വെച്ചോണ്ടിരിക്കുന്നത്? അമ്മ വിളിച്ചത്. അമ്മ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ഇങ്ങ് വരും. തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറ. അല്ല, എന്തായാലും വരെയല്ലേ, എന്തായാലും കുറച്ചോണ്ടിരിക്കാനുള്ള സാധനം വാങ്ങിച്ചോണ്ട് വരാൻ പറ. അപ്പൊ ചോദ്യം ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ ചെയ്തോളും, കുഴപ്പം നടക്കും. എന്റെ മുത്തുണ്ണ, നിങ്ങൾ ഇന്ന് രാവിലെ കാണിച്ചത് ഭയങ്കര വലിയ കടുത്ത പണി തന്നെ കേട്ടാ. ശരിക്കും പറഞ്ഞ ഞാൻ പേടിച്ചു പോയി. രാവിലെ നിങ്ങൾ രണ്ടുപേരെ മുഖഭാവം ഫോണില് മറ്റേ വീഡിയോ എടുത്ത് വെച്ചിരുന്നെങ്കിലുണ്ടല്ലോ, പിന്നീട് കാണുമ്പം നമുക്ക് ചിരിച്ചിരിച്ച് മരിക്കായിരുന്നു. ഞാൻ ഇന്ന് ചിരി അടക്കാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയാമോ. മുത്തുണ്ണ പറയണത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്ത്? നമുക്ക് ഈ ഒരു കാര്യം മുത്തുണ്ണ രാവിലെ പറഞ്ഞു ലക്ഷ്മി ചെറുത് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് എങ്ങനെ ഇരിക്കും? അപ്പോ അത് കടുത്തു ഭയങ്കര വിഷയം നടക്കൂടെ. തന്നെ പിന്നെ സ്വന്തം അമ്മ മരിച്ചെന്നല്ലേ വിചാരിക്കുള്ളൂ ആദ്യം. അതിന് അമ്മയിലല്ലോ മരിച്ചത്. തന്നെ എന്നാലും സുനിതാ മേനോൻ എന്നാണല്ലോ രണ്ടിനും പേര്. ആണോ? പക്ഷെ വേറെ രസം, അതിനെ വീഡിയോ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ടു ചിരിക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കിയല്ലേ? സീരിയസ് ആവോ? എനിക്കറിഞ്ഞുകൂടാ, തമാശക്കല്ലേ നമ്മള് ചെയ്യണത്. ഓ അല്ല, ഇടയ്ക്ക് എനിക്ക് പണി അറിഞ്ഞില്ലേ, പിന്നെ അപ്പൊ തിരിച്ചു പണി കൊടുക്കാം. ഓ ഓ ഓ ഓ എന്നാലും മറ്റു സുന്നമേനല്ലോ. ഇല്ലേ? അയ്യോ, പത്രത്താ, അത് പത്രമല്ലേ ഇരിക്കുന്ന അങ്ങോട്ട് നോക്കാണ്. ചിരിക്കല്ലേ, അടിക്കണേ, നല്ല സീസായിട്ട് നിൽക്കണേ. മുത്തുകളി, ഓ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് വെറൈറ്റി ഫുഡാണ്. എന്താ? ഇഡ്ഡലി. ഭയങ്കര വെറൈറ്റി. നിങ്ങളെ കൊണ്ട് മാത്രം ഇത്രയും വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആഴ്ചയിൽ 7 ദിവസവും ഇത് തന്നെ. അല്ല, ഇന്നലെ വലിയ ഇഡലി, ഇന്ന് കുഞ്ഞിഡലി. ഓ, അത് ഭയങ്കര. അയ്യോ അയ്യോ, എന്താ? എന്ത്? 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 കണ്ണുകൊണ്ട് വായിര്. എങ്ങനെയെങ്കിലും ഒക്കെ വായിക്കാം, അക്ഷരം തെറ്റിയാലും കുഴപ്പമില്ല. ഞങ്ങൾ മനസ്സിലാക്കി എടുത്തോളാം. സുനിതാ മേനോൻ സുനിതാ മേനോൻ നിര്യാതനായി. സുനിതാ മേനോൻ എന്റെ അമ്മയോ? അയ്യോ, ഇതേ സുനിതാ മേനോൻ. പേടിച്ചല്ലേ? പേടിച്ചു, നമ്മള് പറ്റിച്ചതാ. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര അഭിനയായിരുന്നു. ശരിക്കും പേടിച്ചേ. നിർത്തണേ. രാവിലെ തന്നെ എന്റെ അമ്മയുടെ മരണ വാർത്ത പറഞ്ഞ് തമാശക്കാണോ? കളിക്ക്. എന്ത് കളിക്ക്? എന്റെ അമ്മയെ വെച്ചിട്ടാണോ നിങ്ങൾ തമാശ ഉണ്ടാക്കുന്നത്? തമാശയായിട്ടങ്ങ് എടുത്താ പോരെ. ഇതാണോ തമാശ? നിങ്ങൾക്കൊക്കെ കുഞ്ഞുകളി കളിക്കാനുള്ളതാണോ എന്റെ അമ്മ? വെറുതെ തമാശക്ക് ചേച്ചി, ചേച്ചി എന്തെങ്കിലും നടന്ന് ചാടണത്? അതന്നെയാണ് ചോദിക്കുന്നത്. ഇതാണോ നിന്റെ തമാശ? സുരഭി, നിനക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരു അല്പമെങ്കിലും ഉപയോഗിക്കണം. തമാശിച്ചേക്കുന്നു മുത്തല, നിങ്ങൾ ഇതിന് കൂട്ടുവെക്കുന്നു ഞാൻ വിചാരിച്ചില്ല. മിണ്ടണ്ട. ഇതെല്ലാം ഇവളുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധിയാന്ന് എനിക്കറിയാം. ഇതിനിടയിൽ എനിക്ക് വല്ലതും സംഭവിച്ചിരുന്നു, ഈ വാർത്ത കേട്ടിട്ട് സംഭവിച്ചിരുന്നു, നിങ്ങൾ സമാധാനം പറയുമായിരുന്നോ? അല്ല, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. മുത്തല മിണ്ടാതിരിക്കാൻ. അല്ലേലും ഇവളൊക്കെ ഉണ്ടല്ലോ, എവിടെ ചെന്ന് കേറിയാലും താൻ ഈ കൊണം കാണിച്ചിരിക്കും. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയെ കിടക്കോ? ഇല്ല. അതുപോലെ തന്നെ ഇവളും ഇവളുടെ വീട്ടുകാരും. ചേച്ചി എന്നെ എന്തുവേണേലും പറഞ്ഞു, പക്ഷെ എന്റെ വീട്ടുകാരൊന്നും പറയരുത്. ഓഹോ, നിനക്ക് നിന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോ അങ്ങ് കൊണ്ടു അല്ലേ? അപ്പൊ എന്റെ അമ്മയുടെ മരണ വാർത്ത പറഞ്ഞ് കളിച്ചപ്പോ എനിക്ക് ഇങ്ങനെ കൊണ്ടിട്ടുണ്ടാവും. അത് നീ ചിന്തിച്ചോ? ചേച്ചിയുടെ അമ്മയെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ സുനിതാ മേനോന്നല്ലേ പറഞ്ഞോളൂ. എന്താണെന്നുള്ളത് സുനിതാ മേനോൻ എന്നുള്ളത് എന്റെ അമ്മയുടെ പേരല്ലേ? പെട്ടെന്ന് കേൾക്കുമ്പോ ഞാൻ അതിലേ കരുതുള്ളൂ. തമാശയായിട്ടങ്ങ് എടുത്താൽ മതി, വലിയതായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ആ, വലിഞ്ഞു കയറി വന്നവരല്ലേലും ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുള്ളൂ മുത്തുവണ്ണ. അവളുടെ ഒരു ചീഞ്ഞ തമാശ.
ഞാൻ ഇത്ര സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. വേണ്ടായിരുന്നു. പോട്ടെ കുഴപ്പമില്ല. പോട്ട് അത് കള പോട്ട്. നമ്മളെ ഭാഗത്തും തെറ്റുണ്ട്. പോട്ട് കള. എന്ത് മുഖത്തൊരു വല്ലായ്മ? രാവിലെ കണ്ട ആവേശമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഒന്നുമില്ല അമ്മ. എന്തോ ഉണ്ട്. നീ ചുമ്മാ വെറുതെ ഒളിക്കല്ലേ. കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ ആ അത് പിന്നെ സുഹാസിയക്കോ ഇത് ആരാ ഇത്? ഇതാര് കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. ഓർമ്മയുണ്ടാ? അത് ശരി. ഇപ്പൊ ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. തന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കണമല്ല, നമ്മൾ അങ്ങോട്ട് ആരും അന്വേഷിക്കൂലല്ലോ. ആര് വലിയ ആള്? മോളാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ആള്. തന്നെ തന്നെ. അയ്യോ. എന്തോന്നീ അവക്ക് മുഖം വല്ലാതിരിക്കുന്നല്ല? ഒന്നുമില്ല. എന്തിനാ ഉണ്ട്? അതാണ് ഞാനും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തോന്നാണ് നിന്റെ മുഖത്തിന് ഒരു വാട്ടം എന്ന് ചോദിച്ചേ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വെറുതെ തോന്നുന്നു. എനിക്കൊന്നുമില്ല. പോണം. അതെങ്ങനെ തോന്നും? നിന്റെ മുഖം കണ്ടാ നമുക്ക് അറിഞ്ഞൂടെ? അല്ല പിന്നെ ഒരു കാര്യമുണ്ട്. ചില പിള്ളേർ അങ്ങനെ ഈ അമ്മമാരെ കാണുമ്പോ കുറച്ച് കൂടുതൽ ദീനോ അങ്ങ് അഭിനയിക്കും. അതെന്തോന്നിന്? അതേ ഈ അമ്മമാരുടെ സ്നേഹം കുറച്ച് കൂടുതൽ പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങ് അഭിനയിച്ച് കാണിക്കും. അമ്മ എന്നൊക്കെ പറഞ്ഞ അതുപോലെ ആണോ? തന്നെടി. ചുമ്മാ അമ്മ, ഞാൻ പറഞ്ഞ സാധനം ഉണ്ട്. അയ്യോ എന്ത് മറന്നു വെക്കളെ. എന്തോ അമ്മ, ഞാൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ മറക്കില്ലെന്നത്. തുള്ളി തുള്ളി അങ്ങോട്ടാണ്. അങ്ങനെ ഞാൻ മറക്കോ? കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോന്ന്? ഓ ഒന്നും പറയണ്ട. രാവിലെ 100 കൂട്ടം പണിയിൽ നിൽക്കേണ്. അപ്പോഴാണ് ഒരുത്തി വിളിച്ചു പറയണത് സുഹാസിനിയൊക്കെ ഇലയുടെ തിന്നാൻ തോന്നണം. പിന്നെ എന്റെ പൊന്നെ, വഴനേല നോക്കി നാട് മുഴുവൻ ഞാൻ നടന്നു കേട്ടാ, കിട്ടണില്ല. എന്റെ പൊന്നു കൊച്ചമ്മണി, രാവിലെ ഞാൻ എന്റെ കഷ്ടകാലത്ത് നിന്ന് പറഞ്ഞു ഇത് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 2 ഉണ്ടാക്കി താന്ന് പറഞ്ഞു. യോ കഷ്ടം. ഇല അന്വേഷിച്ച് നടന്നത് നിന്റെ അമ്മ വല്ല കാര്യം കിട്ടിയില്ല. വാഴയിലാണ് ഉണ്ടാക്കിയത്. കഴിക്കട്ടെ. കഴിക്കി. ചൂട് കുറച്ച് കുറവായിരിക്കും കേട്ടാ. അവിടെ ഇവിടെ വരെ വരണ്ട. അയ്യോ നന്നായിട്ട് ഉണ്ടാക്കിയാണ്. എന്നാ മുഴുവൻ കഴിക്കും. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് കേട്ടോ. എങ്ങനുണ്ട്? അല്ല അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുക്കും മോക്ക് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതങ്ങനെ പറഞ്ഞു കൊടുത്താ നടക്കോ എന്റെ അക്ക? കൈപ്പുണ്യം വേണം. എവക്കൊന്നും അതില്ല. എന്തോന്നമ്മ? എന്താ ഉണ്ടാക്കാൻ അറിയാം. കൊച്ചമ്മണി അങ്ങനെയുള്ള കളയാക്കരുത്. അത്യാവശ്യം കൈപ്പുണ്യമൊക്കെ അവക്കുണ്ട്. തന്നെ തന്നെ. അക്കനിപ്പോ അവളെല്ലേ പറയുള്ളു. അവളല്ലേ മോള്, നമ്മള് പുറത്ത്. അയ്യോ നീ അമ്മയെ വിളിച്ചോണ്ട് വല്ലോ കഴിക്കാൻ കൊടുക്ക്. ചെല്ല്. എന്നാ പിന്നെ കഴിച്ചിട്ട് പറ്റാക്ക. ചെല്ല് കഴിച്ചിട്ട് വാ. നല്ലടാ. ശരി, കൊള്ളാല്ല. നീ ഒരു തമാശ പറഞ്ഞ് അവക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുവരെ ന്യായം. നേരത്തെ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയാനാ ശരി. അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് നിന്റെ വീട്ടുകാരെ പറഞ്ഞത്. എന്നെയൊക്കെ പറയേണ്ട കാര്യം എന്തിനാണ് അവക്ക്? കൊള്ളാല്ല അവള്. ഇപ്പൊ പോട്ടമ്മ, പറഞ്ഞിട്ട് കാര്യമില്ല. തടവണേ, ഇതാണ് നിന്റെ കുഴപ്പം. ദുഷ്ടനെ പന പോലെ വളർത്തിയാലേ കേട് നിനക്കാണ്. ഇതിന്റെ പേരിൽ അമ്മ ഇനി ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോണ്ട. ഒരു കമ്പം ഉണ്ടാവാൻ പോണില്ല. എന്തിനാണ് കമ്പം ഉണ്ടാവണത്? ഞാൻ അവളെ വിളിക്കും, കാര്യം ചോദിക്കും, പറഞ്ഞു വിടും. അത് ചെയ്യാല്ല, അതിന് കുഴപ്പമില്ലല്ല. അവള് ഭരിക്കാൻ വന്നേക്കുന്ന്. അത്രയും നാളായിട്ടില്ല. ഓ എന്തോന്നാണ് കുന്തം വിഴിഞ്ഞ ഭൂതത്തിനെ പോലെ ഇങ്ങനെ നിക്കണത്? ഇങ്ങോട്ട് വന്നോണ്ടൊരു കാര്യം ചോദിക്കട്ടെ. ഓ, രാവിലത്തെ സംഭവത്തിന് പകരം വീട്ടാൻ വരുത്തിയതായിരിക്കും അല്ലേ? ഞാൻ ആരെയും വിളിച്ചൊന്നും വരുത്തിയില്ല. ആ, വിളിക്കാതെ വരുന്നവർക്ക് എവിടെ വേണേലും കേറി ചെല്ല. തന്നടി, ഞാൻ വിളിക്കാതെയും വരും, വിളിച്ചെടുത്തും വരും. അത് എന്റെ മര്യാദ. അയ്യോ, നിനക്ക് എന്തോന്നാണ് ക്രിമിക്കുത്ത? നീ എന്തിനാണ് എന്റെ മോളെ രാവിലെ മെക്കിട്ട് കയറി എന്ന് പറഞ്ഞല്ല? ഉള്ള തന്നെ. നിനക്ക് എന്തിനാണ് കാര്യം? എന്തിനാണ്? ഓ, അതറിയാനാണോ? ഓ, മോക്ക് നല്ല വിശദമായിട്ട് അറിയാം. അവളോട് തന്നെ ചോദിച്ചോ, അവൾ വിശദമായിട്ട് പറഞ്ഞുതരും. എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. ഷോ, അങ്ങനെ പോവല്ലേ പൊന്നുമോള്. പരീക്ഷയൊന്നും ഇല്ലല്ല, കാര്യം പറഞ്ഞിട്ട് പോയാ മതി. എവളൊരു തമാശ പറഞ്ഞു നിന്റെ അടുക്കെ, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവിടെ തീരണ്ടേ? അതിന് അവളുടെ വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണ് നിനക്ക്? ആഹാ, എന്റെ അമ്മയുടെ ചരമാർത്ത പറഞ്ഞു വെച്ചിട്ട് അതിന് തമാശയൊക്കെ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് സൗകര്യമില്ല. താണ്ടവണ്ണേ, അവൾ അത് നിന്നെ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ലല്ല, എന്റെ കൊച്ചൊരു തമാശ പറഞ്ഞില്ലേ, അത് അതിനനുസരിച്ച് എടുക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? നാളെ പോലെ അല്ല. ഒരുപാട് വർത്തനം പറഞ്ഞേക്കടി. ഉള്ളാലോ
അതെ നിങ്ങളുടെ മോളുടെ ഈ തമാശ രാവിലെ വെറും വയറ്റില് കേട്ട് രസിക്കാൻ മാത്രമായിട്ടൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണ് ഞാൻ തമാശ കേട്ട് ചിരിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മ മോൾ ഒരു കാര്യം ചെയ്യും, ഒരു ബുക്ക് അങ്ങ് ഇറക്ക്. കൊച്ചമണിയും അവരുടെ മോളുടെ 101 ചീഞ്ഞ തമാശകൾ ഞാൻ സൗകര്യം പോലെ വായിച്ചേക്കാം. ഇറക്കുവടി, ആ. ഞങ്ങൾ ഇറക്കും. ഇറക്കിക്കോ. പക്ഷെ നിനക്കത് വായിക്കാൻ പറ്റൂല. അതിനു മുമ്പേ നീ എന്റെ കൈ കൊണ്ട് തീരും. ഓഹോ, ആ എന്നാ അതിനു മുമ്പേ ഞാൻ നിങ്ങളെ കൊല്ലും. നീ കൊല്ലൂടി ആ കൊല്ലും. കൊല്ലൂടി നീ എന്നെ. കൊല്ലൂടി. നീ എന്റെ മോളെ സമാധാനത്തിൽ ജീവിക്കാൻ നീ സമ്മതിക്കും. അതെനിക്കറിയാം, ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ എടുത്തോണ്ട് വാ. ഇതാണ് മയത്ത് ചോദിക്കുന്നു പറഞ്ഞത്. എന്താ നമ്മ കാണിച്ചത്? എന്തോന്ന് കാര്യം ചോദിച്ചില്ലേ? എന്റെ ദൈവമേ, ഇതിന്റെ പേരിൽ അവരെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ എന്തോ. എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൾ എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ അവളോട് കാര്യം പറഞ്ഞു, അവള് പോയി. ഇതിലിപ്പോ എന്തിനാണ് അമ്മയുടെ ഒരു കാര്യം പറയാത്തത്? പറയണ്ട, നീ വെച്ചോണ്ടിരുന്നോ. ചായ ഇട്. ചായ പോ മണിയിട്ട് വന്നേക്കുന്ന അവള് എനിക്ക് വെച്ചിട്ടുണ്ടെന്ന്. അമ്മ ഇതിനെ കുങ്ങിക്ക് പിടിക്കാനൊക്കെ പോയത്. ഇങ്ങനെ ഒന്ന് പിടിത്തൊട്ടല്ലേ ഉള്ളു ഞാൻ. ആ ഇങ്ങനെ തൊട്ടെങ്കിൽ അവനെ കൊന്നെന്ന് പറയും. അങ്ങനെയാണ്. പറയട്ടെ, തെളിവുണ്ടല്ലോ നമ്മുടെ അടുത്ത്. എന്തോ ഇത്ര ആഗ്രഹം മുത്ത് നോക്കണത്? എന്റെ കഴുത്ത് അവിടെ ഉണ്ടോ നോക്കിയതാ. നിന്റെ കഴുത്ത് പിന്നെ അങ്ങോട്ട് പോവേ. അതെ, ആ കൊച്ചമണി താഴെ വന്ന് നിപ്പുണ്ട്. അവരെന്റെ കഴുത്തിന് കയറി പിടിച്ചു. കഴുത്തിന് കയറി പിടിച്ചെന്നാ? ആ ആ അതുപോലെ ബ്ലൗസിന്റെ അളവ് എടുക്കാനായിരിക്കും. ബ്ലൗസിന്റെ അളവെടുക്കാനൊന്നും അല്ല. എന്നാ നീ വല്ല വഴകിനും പോയി കാണും. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ സാധാരണ പോലെ അടുക്കളയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ താഴെ നിൽക്കണത് കണ്ടു. എന്നാ വീട്ടിലേക്ക് വന്ന അതിഥിയല്ലേ, വിശേഷം ചോദിക്കാന്ന് വിചാരിച്ച് സുഖമാണോ ആന്റി എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ എനിക്ക് അവരുടെ കഴുത്തി പിടിക്കുന്നതാണ് ഓർമ്മ. അല്ല, ഒരു കാര്യമില്ലാതെ നിന്റെ കഴുത്തി പിടിക്കാൻ അവർക്ക് എന്ത് വട്ടുണ്ടാ? വട്ടുണ്ടായിരിക്കും. താഴെ ഒരു സൗമ്യ പോലെ നിപ്പുണ്ട്. ലക്ഷ്മി, നീ ചുമ്മാ ഇരി. നീ തക്കതായ എന്തോ പറഞ്ഞാണ്. അതായത് ആന്റി നിന്റെ കഴുത്തി പിടിച്ചത്. ഷെടാ, ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ. ചില സമയത്ത് നിന്റെ വർത്തമാനം കേൾക്കുമ്പോ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കഴുത്തി പിടിക്കും. എന്തോന്ന് ഒന്നുമില്ല. ആ അല്ലേലും നിങ്ങൾ ഇതേ പറയൂ എന്നുള്ളത് എനിക്കറിയാം. കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നതല്ലേ. നിങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാൻ പേടിയാ. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. എന്റെ പൊന്നു മോളെ, നീ ഇതിന്റെ പേരിൽ നിന്റെ അമ്മ എങ്ങോട്ട് വലിച്ചു വെക്കല്ലേ. ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഉറപ്പാണല്ല? ആ ഉറപ്പാ. നീ ഇന്ന് ഈ റൂമിന്റെ വെളി ഇറങ്ങണ്ട. നിനക്ക് കഴിക്കാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ മുത്തോണന്റെ അടുത്ത് പറയാം. കേട്ടല്ല? ഓ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ആ ഇതെങ്ങനെ നോക്കണം എന്നുള്ളത് എനിക്കറിയാം. അമ്മയെ വിളിക്കരുതെന്നല്ലേ? ഇല്ലോ. അമ്മ വേഗം മതി. ഇങ്ങനെയാണോ സാമ്പാർ വെച്ചത്? കൊള്ളാം. കൊറേ നേരം ആയടി കൊച്ചമണി നീ വന്നിട്ട്. ഓ പറഞ്ഞിട്ട് എന്തോ വേണം? അല്ല, വന്നോണ്ട നീ പാത്രത്തിൽ കമന്ന് കിടക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാ. എടി, ഞാൻ കമന്ന് കിടന്ന് കഴിഞ്ഞ്. വാ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് നീ ഇനി കമന്നക്ക്. മക്കളെ, അവക്ക് ചോറ് വിളമ്പി കൊടുക്ക്. നിനക്ക് ആ പ്ലേറ്റ് വേണോ അതോ ഞാൻ കഴിച്ച പ്ലേറ്റ് നീ കഴിക്കുവോ? നിന്റെ എച്ചിലില്ല, ഞാൻ നിന്റെ പട്ടിയാണോടി? സുനിതാ മേനോനെ നീ ആരാണെന്ന് നീ സ്വയം മനസ്സിലാക്കി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കമ്മ. വാ. നീ എന്റെ കൊച്ചിനെ കഴുത്തിൽ കയറി പിടിച്ചോടി. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നിന്റെ മൂക്ക് ആരോഗ്യമില്ല കേട്ടാ. ഞാൻ അവളുടെ കഴുത്തിൽ വെറുതെ ഒന്ന് പിടിച്ചേ ഉള്ളു. അവള് പാതി ചത്ത്. അപ്പൊ ഞാൻ മുറുക്ക ഒന്ന് പിടിച്ചിരുന്നെങ്കില നിന്റെ മോള് ചത്തേനെ. അടെ ഇത് നോക്കേണ്, ഈ കയ്യിലെ തഴമ്പ് കണ്ടാ? എന്റെ കയ്യിലും ഉണ്ടടി നല്ല തഴമ്പ്. കണ്ടോടി? അത് 3 നേരം ഉരുട്ടി വീഴുന്നു. അതെ, ഇത് ഉരുട്ടി വിഴിഞ്ഞതിന്റെ അല്ല. ആയ കാലത്ത് പറമ്പില് കൈക്കോട്ടും തൂമ്പയും കൊട്ടി കൊത്തിക്കളച്ചതിന്റെ ആണ്. ഇത് വെച്ച് നിന്റെ കൊരണത്തിനൊന്ന് തന്നാലുണ്ടല്ലോ, നിന്റെ ഇടത്തെ കൃഷ്ണമണി തെറിച്ച് വലത്തെ കണ്ണിൽ വന്നിരിക്കും. വേണോടി നിനക്ക്? എന്നാ പിന്നെ ഇത് കാണണോടി?
നീ എന്നെ വെല്ലുവിളിക്കുവാണോ? അതേടി ഞാൻ വെല്ലുവിളിക്കോ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ എന്റെ മുമ്പിൽ വെച്ച് എന്റെ കൊച്ചിനെ കഴുത്തങ്ങ് പിടിക്കോ? എന്തിനാടി കൊച്ചിനെ പിടിക്കുന്നത്? എന്നെ പിടിക്കാനാണോടി പറഞ്ഞേ? ഇവളെ പിടിക്കാനല്ലേ പറഞ്ഞു? കണ്ടല്ലോ, മര്യാദക്കല്ലെങ്കിൽ ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത നിന്റെ കളർ ഫോട്ടോയും വെച്ച് നിന്റെ അഡ്രസ്സും വെച്ച് നാളെ പത്രത്തിൽ വരും. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. കണ്ടല്ലോ, ആരുടെ ഫോട്ടോ ആടി പത്രത്തിൽ വരുന്നെന്ന് കാണാവടി. നിന്റെ വീടിനടുത്തുള്ള 5 പോസ്റ്റിൽ 5 ചരമ പോസ്റ്റ് അടിക്കാൻ കൊടുത്തിട്ടോടി ഞാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയതാ. പിന്നെ വേറൊരു കാര്യം, നിന്റെ അമ്മ ജീവിച്ചിരിക്കെ ആ ചരമ പോസ്റ്റ് കാണാനുള്ള യോഗം നിനക്കൊണ്ടായി. ഓക്കെ, ഇപ്പൊ അവർ ഒട്ടിച്ച് കാണും. എന്റെ അടുത്താണ് ഇവളുമാരുടെ രണ്ടിന്റെ കളിയ്. എടി സുരഭി, ഇപ്പൊ വിളി വരും. നിന്റെ അമ്മ ചത്തോ? എന്തൊരു നല്ല സ്ത്രീ ആയിരുന്നു, അറ്റാക്ക് ആയിരുന്നോ? നമുക്കിനി സ്ലോ മോഷനിലൊന്ന് തിരിഞ്ഞു നടന്നാലോ? ഒരു ഡയലോഗും കൂടെ ഉണ്ട്. പറഞ്ഞു. അമ്മ ജീവിച്ചിരിക്കുമ്പോ അവരുടെ മരണ വാർത്ത കേൾക്കുന്ന ഒരു സുഖമാ. ആ സുഖം ഒന്ന് അനുഭവിച്ച് നോക്ക്. നീ വാ. സുനിതേ, ഒരു മിനിറ്റ്. കിട്ടിയതൊന്നും പോരടി നിനക്ക്. ഞാനും ഒരു തറപ്പണി കാണിച്ച് നിന്റെ വീടിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും നിന്റെ ചിരിച്ചോണ്ടിരിക്കുന്ന കളർ ഫോട്ടോ സഹിതമുള്ള ചരമ പോസ്റ്റുകളും 10 ഫ്ലെക്സും നീ നിര്യാതിയായി എന്നുള്ള. കളിക്കല്ലേ കൊച്ചുമണി? നീ എന്ത് വിചാരിച്ചു? നിങ്ങൾ മരത്തിൽ കാണുമ്പോഴേ എന്റെ അമ്മ മണ്ണന്തലേ കാണും. എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഹലോ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, അമ്മ ഇവിടെ ഉണ്ട്. വെച്ചേ, ഫോൺ വെച്ചേ. അമ്മയ്ക്ക് അറ്റാക്ക് ആയിരുന്നു. എപ്പോഴും അടക്കുന്നൊക്കെ. നിന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴേ മരണ വാർത്തയൊക്കെ എന്തൊരു സുഖമല്ലേ. മക്കളെ, നമുക്കൊന്ന് സ്ലോ മോഷനിൽ പോണ്ടേ? പിന്നെന്താ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.